കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷം എന്നൊരു യാത്ര പോവാണ്. വിയറ്റ്നാമിലോട്ടാണ് പോകുന്നത്. വിയറ്റ്നാമിലെ ഹാനോയ് എന്ന് പറഞ്ഞ സിറ്റിയിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഫ്ലൈറ്റ് എടുത്തിട്ടുള്ളത് കൊച്ചിയിൽ നിന്ന് ഹോച്ചിമിന്നിലോട്ടാണ്. ഹോച്ചിമിൻ എന്ന് പറഞ്ഞാൽ വിയറ്റ്നാമിലെ വേറൊരു സിറ്റിയാണ്. അവിടേക്ക് ഏകദേശം ഒരു 5 മണിക്കൂറത്തെ യാത്ര ഉണ്ട്. അങ്ങനെ ഏകദേശം 5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഇപ്പോൾ നമ്മൾ ഹോച്ചിമിൻ സിറ്റിയുടെ മേലെ എത്തിയിട്ടുണ്ട്. മേലെ നിന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അങ്ങനെ 2 മണിക്കൂറത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മൾ അടുത്ത ഫ്ലൈറ്റിൽ കയറുകയാണ്. വിയറ്റ്നാം ജെറ്റിൻ്റെ തന്നെ ഒരു കണക്ഷൻ ഫ്ലൈറ്റാണത്. ഏകദേശം 100-300 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന അത്യാവശ്യം വലിയൊരു ഫ്ലൈറ്റ് തന്നെയാണിത്. അങ്ങനെ ഏകദേശം ഒരു 1.25 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ ഹാനോയ് സിറ്റിയുടെ മേലെ എത്തിയിട്ടുണ്ട്. അവിടുത്തെ മേലെ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഹാനോയിലെ നോയ് ബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അവിടുത്തെ കാഴ്ചകളാണത്. വിയറ്റ്നാമിൽ ഒരു 7 ഡേയ്സിൻ്റെ ഒരു ടൂർ പാക്കേജാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വിയറ്റ്നാമിൽ തന്നെ അവിടുത്തെ ഒരു ടൂർ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹനോയിലോട്ട് വരുമ്പോൾ നമുക്ക് ഇന്ത്യക്കാർക്ക് ഈ വിസ എടുക്കണം. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് സൈറ്റിൽ നിന്ന് എടുക്കാവുന്നതാണ്. 3 ദിവസം കൊണ്ട് തന്നെ നമുക്ക് വിസ കിട്ടും. വിസയും ഫ്ലൈറ്റും ഹോട്ടലൊക്കെ ഞാൻ തന്നെയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിയറ്റ് ബ്രൈറ്റ് എന്ന് പറഞ്ഞൊരു ടൂർ കമ്പനിയാണ് നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. വിയറ്റ്നാം ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായതുകൊണ്ട് തന്നെ അവരുടെ ചെങ്കോടികൾ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഹനോയിൽ ഓൾഡ് ക്വാർട്ടർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹോങ് നോക്ക് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഒരു 3 സ്റ്റാർ ഹോട്ടലാണത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ഹോട്ടലായിരുന്നു. തന്നെയല്ല നമുക്ക് ഇവിടെ എല്ലായിടത്തേക്കും പെട്ടെന്ന് ആക്സസ് ഉള്ളൊരു ഹോട്ടലാണത്. ഇവിടെ ഈ കാണുന്നതാണ് സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ എന്ന് പറഞ്ഞൊരു ചർച്ചാണത്. ഇത് ഏകദേശം 1850 ഇതിൻ്റെ പണിയൊക്കെ കഴിപ്പിച്ചിട്ടുള്ളത്. 145 വർഷം പഴക്കമുള്ളൊരു ചർച്ചാണ് ഈ കാണുന്നത്. ഇവിടെ വൈകിട്ടൊക്കെ കാണാൻ നല്ല രസമാണ്. ഒരുപാട് ആളുകളൊക്കെ തടിച്ചു കൂടിയിട്ട് നല്ലൊരു വൈബുള്ളൊരു സ്ഥലം തന്നെയാണത്. ഇവിടെ ഈ വഴിയോരത്തൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫ്രഷ് ഫ്രൂട്ട്സുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി തോന്നും. അത്രയും ഫ്രഷ് ആയിട്ടാണ് കാണുന്നത്. അതിനകത്ത് ദുരിയാനും നമ്മുടെ നാട്ടിലുള്ള ചക്ക, മാങ്ങ അതുപോലുള്ള ഒരുപാട് ഫ്രഷ് ഫ്രൂട്ട്സുകൾ കാണാം. അതുപോലെ തന്നെ ഇവിടെ സ്ട്രീറ്റൊക്കെ കാണാൻ ഭയങ്കര ഒരു രസമാണ്. ഭയങ്കര ഒരു എനർജിയാണ് ഇതിലൂടെ നടക്കുമ്പോഴൊക്കെ. ഇവിടെ കൂടുതൽ പേരും യാത്രക്കൊക്കെ ഉപയോഗിക്കുന്ന സ്കൂട്ടറാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബൈക്ക് ടാക്സി ഒക്കെ പോലുള്ള സംവിധാനങ്ങളുണ്ട്. ക്രാബ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വഴിയാണ് നമുക്ക് ബുക്ക് ചെയ്യേണ്ടത്.
ഇവിടെ നമ്മുടെ HSBC ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ചൊക്കെ ഉണ്ട്, ഹനോയ് ബ്രാഞ്ച്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്ന KFC ആണ്. ഇവിടെ കൂടുതൽ പേരും ഒരു ഫേമസ് ആയിട്ടുള്ളത് ഫോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൂപ്പാണ്. അതൊക്കെയാണ് നമ്മൾ വൈകിട്ട് നമുക്ക് കുടിക്കാൻ സൗകര്യം. ഇപ്പോൾ നമ്മളുള്ളത് ട്രെയിൻ സ്ട്രീറ്റിലാണ്. ഹനോയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് ട്രെയിൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് ടൂറിസ്റ്റുകളെ കാണാം. ഈ സൈഡിലൊക്കെ കാണുന്ന കഫേയിലും റെസ്റ്റോറൻറ്റിലൊക്കെ വന്നിരുന്നിട്ട് ബീറും അതുപോലുള്ള ചായ, കാഫി, സ്നാക്കുകളൊക്കെ കഴിച്ചിട്ട് ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഈ സെൻട്രലിൽ കൂടെയാണ് ഈ ട്രെയിൻ പോകുന്നത്. നമുക്ക് തൊട്ടടുത്ത് തന്നെ നമുക്ക് ഇരുന്നിട്ട് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും.